സിറിയയിൽ മുൻ പ്രസിഡന്റ് ബഷാറുൽ അസദിന്റെ പതനത്തിനു പിന്നിൽ ഇസ്രായേലും യുഎസുമാണെന്ന് ഇറാൻ നേതാവ് പ്രതികരിച്ചു. ടെഹ്റാനിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലാണ് ഇത്തരത്തിൽ ഇറാൻ നേതാവ് ഇങ്ങനെ പരാമർശിച്ചിരിക്കുന്നത്. സിറിയയിൽ എന്ത് സംഭവിച്ചുവെന്നതിന് ഒരു സംശയവുമില്ല. അമേരിക്കയുടെയും സിയോണിസത്തിന്റെയും സംയുക്ത പദ്ധതിയാണ് അതെന്ന് അദ്ദേഹം പറഞ്ഞു. അസദിന്റെ വീഴ്ചയ്ക്ക് പിന്നിൽ അയൽരാജ്യത്തെ സർക്കാരിനും പങ്കുണ്ട്. എന്നാൽ ഏത് രാജ്യമാണെന്ന് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഗാംനൌ വ്യക്തമാക്കി. സിറിയയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗം 3 മാസം മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ശത്രുവിനെ സിറിയ അവഗണിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അസദിന്റെ വീഴ്ചയ്ക്ക് പിന്നിൽ യുഎസും ഇസ്രായേലുമാണെന്ന കാര്യം ഉറപ്പാണ്. ഇതിന്റെ തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു സംശയത്തിനും വകയില്ല. ഇസ്രായേലിൽ നിന്നും ആക്രമണമുണ്ടാകുമ്പോൾ ഡമാസ്കസിൽ നടക്കുന്ന ആഘോഷങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിറിയയിലെ യുവത്വം കരുത്തോടെ നിന്ന് പ്രതിസന്ധിയെ മറികടക്കണം. ഇറാന്റെ ഭാവിയെ സംബന്ധിച്ചും ഗാംനൌ പ്രതികരണം നടത്തി. കൂടുതൽ സമ്മർദ്ദം നിങ്ങൾ ചെലുത്തിയാൽ ഞങ്ങൾ കൂടുതൽ കരുത്തരാകുമെന്നായിരുന്നു ഇറാന്റെ ഭാവി സംബന്ധിച്ച് ഖമേനിയുടെ പരോക്ഷ പ്രതികരണം.